നാളെ ഉത്രാടമാണ്. ഉത്രാടപ്പാച്ചിലേക്ക് മലയാളി കിടക്കുന്നതിന് മുമ്പ് തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ എറണാകുളം മാർക്കറ്റിലാണുള്ളത്. എറണാകുളം മാർക്കറ്റിലും വലിയ രീതിയിലുള്ള തിരക്ക് കാണാം. ഇവിടെ നേന്ത്രക്കായൊക്കെ തന്നെ വലിയ രീതിയിൽ വിൽപ്പനയ്ക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഓണത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് നേന്ത്രക്കൊലകൾ. നമുക്കറിയാം, ചിപ്സ് ഉണ്ടാക്കാനും മാത്രമല്ല വേവിച്ച് അന്നത്തെ ദിവസം സദ്യക്കൊപ്പം കഴിക്കാനും ഒക്കെ ഇത് വേണം. നല്ല രീതിയിൽ അതിന് വില കൂടിയിട്ടുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു. ചേട്ടാ, വില കൂടിയിട്ടുണ്ട്, എന്താണ് സ്ഥിതി? പറഞ്ഞോടക്ക് എത്രയുണ്ട് വില? എത്രയുണ്ട്? ഫസ്റ്റ് ക്വാളിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 70 രൂപ 50 രൂപ വിലയുണ്ട്. നേരത്തെ എത്രയായിരുന്നു? നേരത്തെ ഒക്കെ 45 രൂപ 50 രൂപ വില വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഓണത്തിന്റെ ചെറിയൊരു കൂടുതൽ അത്രേ ഉള്ളൂ. ഡിമാൻഡ് കൂടിയ സ്ഥിതിക്ക് ആ തരത്തിൽ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ രാവിലെ മുതൽ നടക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഉത്രാടപ്പാച്ചിൽ ഇന്നും നാളെയാണ് ഉത്രാടമെങ്കിലും പലരും ഇന്ന് വൈകിട്ട് മുതൽ വലിയ രീതിയിൽ പർച്ചേസുകൾ നടത്തി തുടങ്ങും. ഇത് എറണാകുളം മാർക്കറ്റിലെ രാവിലത്തെ കാഴ്ചയാണ്. പച്ചക്കറികൾ കൊണ്ട് സമൃദ്ധം, വലിയ രീതിയിലുള്ള തിരക്കാണ്. അല്പസമയം മുമ്പ് ഞാൻ ഈ വ്യാപാരികളോടൊക്കെ സംസാരിച്ചപ്പോൾ പല സാധനങ്ങൾക്കും വലിയ രീതിയിൽ വില വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായിരുന്നു. ദിവ്യ, ഉദാഹരണത്തിന് നേന്ത്രക്കായ ഇപ്പോൾ 80 ആയിട്ടുണ്ട്, ഇന്നലെ 70 ആയിരുന്നു. ഞാലിപ്പൂവിന് 120 ആയിട്ടുണ്ട് കിലോയ്ക്ക്. പയറ് 60 രൂപയായിരുന്നത് 80 രൂപയിലേക്ക് കയറിയിട്ടുണ്ട്. പാവയ്ക്ക 80 നിന്ന് 100-ലെത്തി. വെണ്ടയ്ക്ക നേരത്തെ 50 ആയിരുന്നത് ഇപ്പോൾ 80-ലേക്ക് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിന് വലിയ രീതിയിൽ കൂടിയിട്ടില്ല, തക്കാളിക്കും കൂടിയിട്ടില്ല എന്നുള്ളത് ആശ്വാസമാണ്. എന്തായാലും രാവിലെ തന്നെ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചിലരുടെ പ്രതികരണമൊക്കെ. ചേട്ടാ, ഓണം എങ്ങനെയുണ്ട്? ഓണത്തിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിലയൊക്കെ എങ്ങനെയുണ്ട് മൊത്തത്തിൽ? വില ഇപ്പൊ വന്നോളൂ, മാർക്കറ്റിൽ വന്നോളൂ. പലരും വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. ചില വ്യാപാരികളിൽ നിന്ന് നമുക്ക് പ്രതികരണം എടുക്കാം. എന്തായാലും സ്റ്റോക്കുകൾ പല ഭാഗങ്ങളിൽ നിന്നായി നല്ല രീതിയിൽ വന്നിട്ടുള്ളതും കാണാം. വലിയ രീതിയിൽ. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. തുടങ്ങണേലും നേരപ്പെടുത്തിട്ടുള്ളൂ. ആൾക്കാർ വന്നു തുടങ്ങണുള്ളൂ. ആൾക്കാർ വന്നാൽ എല്ലാ സാധനങ്ങളും സെറ്റപ്പാണ് ഇവിടെ. വന്നു കഴിഞ്ഞാൽ അടിച്ചുകൂടി കച്ചവടിക്കാം. നമുക്ക് അടിപൊളി കച്ചവടം. ഓണം എങ്ങനെ ആയിരിക്കും പ്രതീക്ഷ? നല്ലൊരു പ്രതീക്ഷയാണ്. ഇനി മഴയും അതൊന്നും ഇല്ലാണ്ടിരുന്ന ഭാഗ്യം. പച്ചക്കറിക്ക് വില കാര്യമായിട്ട് കൂടിയിട്ടുണ്ട്? എന്താ കാര്യമായിട്ടൊന്നും കൂടിയിട്ടില്ല. എല്ലാം പഴയ വില ഒരു ഇച്ചിരി മാറ്റം വന്നിട്ടുള്ളൂ. ബീൻസിനൊക്കെ 20 രൂപ വ്യത്യാസം കേട്ടിരുന്നു. ബീൻസിനൊക്കെ ഒരു ഇച്ചിരി വില കൂടിയുണ്ട്. പഴയനക്കാട് ഇച്ചിരി മേലോട്ട് പോയിട്ടുള്ളൂ. അല്ലാണ്ട് വലിയ വില ഒന്നും കൂടിയിട്ടൊന്നുമില്ല. പാവയ്ക്കൊക്കെ എങ്ങനെയാണ്? പാവയ്ക്ക് നാടൻ പാവയ്ക്കല്ല. അപ്പൊ ഇച്ചിരി റേറ്റ് മാറും. കൂടിയുണ്ട്, സ്വല്പം റേറ്റ് കൂടിയുണ്ട്. ഈ ക്യാരറ്റിന് 60-80 ആയെന്ന് കേട്ടിരുന്നു. ഇച്ചിരി ഇടിയുണ്ട്. ഇപ്പം മഴേന്റെ വല്ല സാധനം ഇടിയും, പതിയെ താനെ ഇടിയും. ഓക്കെ. എന്തായാലും അങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ഥിതി. കച്ചവടം പൊടിപിടിക്കുകയാണ് ഇവിടെ. എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട് കച്ചവടം? ആയി വന്നുള്ളൂ. ആളുകളൊക്കെ വന്നു തുടങ്ങണുള്ളൂ. ഇനി കുറച്ചു നേരം കഴിയുമ്പോൾ ആളുകളാവുന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ആളുകൾ ഒരുവിധമൊക്കെ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഓണത്തിനുള്ള പച്ചക്കറി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് സാമ്പാർ കറികൾ, പ്രത്യേകിച്ച് ഈ ഇളവൻ, അതുപോലെ തന്നെ മറ്റേതൊക്കെ ഉണ്ടല്ലോ, പാവയ്ക്ക, വെണ്ടയ്ക്ക, തക്കാളി, ഇതിനൊക്കെ റേറ്റ് എങ്ങനെയാണ്? പാവയ്ക്ക 100 രൂപയാണ്. ഇളവനൊക്കെ വില കുറവാണ്, 20 രൂപ ഉള്ളൂ. പിന്നെ ക്യാരറ്റ് 80 രൂപ. അതിപ്പോൾ ഒരു 2-3 ആഴ്ചയായിട്ട് കൂടിയേക്കണ വില തന്നെയാണ്. അങ്ങനെ പ്രത്യേകിച്ച് വില ഒന്നും കൂടിയിട്ടില്ല ക്യാരറ്റിന്. ഇതാണ് സ്ഥിതി. എന്തായാലും രാവിലെ ആയതേ ഉള്ളൂ, ആളുകൾ വന്നു തുടങ്ങുകയാണ്. തേങ്ങയ്ക്കൊക്കെ തന്നെ 60-65 രൂപയുടെ വിലയുണ്ട്. മറ്റ് സാധനങ്ങൾക്കൊക്കെ തന്നെ വില വരികയാണ്. ഇപ്പോൾ ഈ പലചരക്ക് സാധനങ്ങളുടെ വില നമുക്ക് പിന്നീട് പരിശോധിക്കേണ്ടി വരും. എന്തായാലും വലിയ രീതിയിൽ തിരക്ക് മാർക്കറ്റുകൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഇന്ന് തുടരും, നാളെ ഉത്രാടത്തിലും അത് തുടരും. തിരുവോണം ഗംഭീരമായി ആഘോഷിക്കാൻ മലയാളി തയ്യാറെടുക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പച്ചക്കറി കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ നമുക്കറിയാം, കൊച്ചി അതുപോലെ തന്നെ തൃശ്ശൂർ, ഈ റീജിയനൊക്കെ സാംസ്കാരികമായി നിരവധി കാര്യങ്ങൾ കൊണ്ടും ഓണാഘോഷത്തിന് പ്രശസ്തമാണ്. ഓണപ്പതാക തൃപ്പൂണിത്തറയിൽ ഉയർത്തുന്നത് നാളെയാണ്. ഓണപ്പതാക എത്തും. തൃപ്പൂണിത്തറ, കളമശ്ശേരി, അതുപോലെ തന്നെ തൃക്കാക്കര നഗരസഭകൾ ചേർന്ന് നടത്തുന്ന പരിപാടിയാണ്. അതിനുശേഷം വാമനപുരം ക്ഷേത്രത്തിലെ ഓണാഘോഷ പരിപാടികൾ തിരുവോണത്തിന് നടക്കും. അത്തരം പരിപാടികൾ കൊച്ചിയിലുണ്ട്. തൊട്ടടുത്ത ജില്ലയായ തൃശ്ശൂരിൽ കുമ്മാട്ടുകൾ ഇറങ്ങുന്ന സമയമാണ്. അതിനുശേഷം പുലികളി, 4ാം ഓണത്തിന് പുലികളികൾ ഉണ്ടാവും. ഇങ്ങനെ സാംസ്കാരികമായി ഒക്കെ തന്നെ വലിയ രീതിയിൽ പ്രാധാന്യം അർഹിക്കുന്ന ദിവസങ്ങൾ വരുന്നു. എന്തായാലും ഓണം കളറാക്കാൻ എല്ലാ മലയാളികളും ഒരുങ്ങുകയാണ്.